ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. 100 കണക്കിന് സ്റ്റാർട്ടപ്പുകളാണ് ഒരു ദിവസം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതിൽ 70% സ്റ്റാർട്ടപ്പുകളും ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ ഫെയിൽ ആകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന് പ്രധാനപ്പെട്ട കാരണം പാഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല സ്റ്റാർട്ടപ്പുകളും റൺ ചെയ്യുന്നത്. പാഷൻ ഒരിക്കലും പ്രോഫിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് റൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് സ്റ്റാർ ഫ്രെയിംവർക്ക് ഉപയോഗിക്കാം. എന്താണ് സ്റ്റാർ ഫ്രെയിംവർക്ക്? സ്റ്റാർ ഫ്രെയിംവർക്കിൽ ഫസ്റ്റ് സോൾവ് എ പ്രോബ്ലം. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൊല്യൂഷൻ ഒരു റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഈ റിയൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത്തത് തിങ്ക് സിസ്റ്റം. നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ബിസിനസ് റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്കെയിൽ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് വരും. എന്നാൽ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് അതിലൂന്നിയാണ് നിങ്ങൾ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ് ഗ്രേറ്റർ ഹൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 3, അലൈൻ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ആണ് നമ്മളുടെ ബിസിനസ് സർവൈവലിന്റെ പില്ലർ എന്ന് പറയുന്നത്. 4, റിക്രൂട്ട് റൈറ്റ് പീപ്പിൾ വിത്ത് ദ റൈറ്റ് കൾച്ചർ. നിങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് ആദ്യം നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ബിസിനസിന്റെ അടുത്ത 5 വർഷത്തേക്കുള്ള പുരോഗതി സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ റൈറ്റ് ആയിട്ടുള്ള റോളുകളിലേക്ക് റൈറ്റ് കൾച്ചറിൽ റിക്രൂട്ട് ചെയ്യുകയും അവരെ ട്രെയിൻ ചെയ്യുകയും അവരെ റിവ്യൂ ചെയ്യുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക, ഓരോ സ്റ്റാർട്ടപ്പുകളും ഓരോ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങൾ വളർന്ന് പന്തലിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്നത് പോലെ വേണം നമ്മൾ കെയർ ചെയ്യാൻ വേണ്ടി. നമ്മുടെ പാഷനോടൊപ്പം നമ്മളുടെ എന്തൂസിയാസത്തോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെഫിനറ്റ് ആയിട്ടും 100 മേനി വിളയുന്നുണ്ടാവും.